ഇനി ചക്കക്കുരു ഒന്നും കിട്ടിയാൽ കളയല്ലേ, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് ചക്കക്കുരു എടുത്ത് ഇതിൻ്റെ മുകളിലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൗൺ കളർ തൊലി കളയേണ്ട ആവശ്യമില്ല, ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ ചക്കക്കുരു. കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം, 3/4 വേവാക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൽ ഉപ്പ് ഇട്ടെടുത്തതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമായിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ചക്കക്കുരു മസാലയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എണ്ണയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം മുരിഞ്ഞ് വന്നാൽ അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ അതാ 2 ഭാഗം ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അടുത്തോ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചോറിൻ്റെ കൂടിയും ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ചക്കക്കുരു ഒന്നും കിട്ടിയാൽ കളയല്ലേ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.